യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് മൂവിക്ക് കേട്ടോ. എന്തായിരുന്നു മൂവിയുടെ പേര്? ഒരു ജാതി ജാതകം. ഓക്കെ, വിനീത് ശ്രീനിവാസൻ്റെ മൂവിക്ക്. ഓക്കെ, ഞാനിപ്പോൾ ആരെ കൂടെയാണ് പോകുന്നതെന്ന് കാണണ്ടേ. ശില്പ, മൂവിക്ക് പോവാം. അപ്പോൾ ഞാൻ മൂവി കണ്ടു കഴിഞ്ഞു. മൂവി കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളോട് റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ മോളിൽ തന്നെയാണ് ഉള്ളത്. എലമെൻസ് മോളിലാണ് ഞാൻ മൂവി കണ്ടത്. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അടിപൊളി കോമഡി ത്രില്ലറാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാം. വലിയ സ്റ്റോറി ഉണ്ടോ എന്ന് വെച്ചാൽ സ്റ്റോറി ഇല്ല. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തെടുത്ത ഒരു മൂവിയായിട്ട് തോന്നി. മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ കല്യാണം കഴിക്കാത്തതിനെ പറ്റിയിട്ടും സൊസൈറ്റി അവരെ എങ്ങനെയാണ് കാണുന്നതിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മൂവി. പിന്നെ കുറേ ചിരിക്കാനുണ്ട്. ഒന്നാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു റിയൽ അല്ലാത്ത ഒരു ഇൻസിഡൻ്റ് ആയിട്ട് തോന്നിയില്ല. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് കണ്ട മാതിരിയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റോറി വലിയ ഇൻസിഡൻറ്റ് ഓറിയൻറ്റഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. ഇഷ്ടപ്പെട്ടു. ഇതൊന്നുമല്ല കേട്ടോ, കൊളാബറേഷനോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു മൂവി കാണാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടണമെന്ന് തോന്നി. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും കൂടെ ചോദിക്കാം. അവരെന്തോ ഷോപ്പ് ചെയ്യാണ്. അപ്പോൾ അവരോട് പോയി ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എന്നുള്ളത്. ഞാൻ ശില്പേൻ്റെ കൂടെ ചോദിക്കാൻ വന്നിരിക്കുകയാണ് റിവ്യൂ. എൻ്റെ ഫ്രണ്ടാണ് ശില്പ. ശില്പ, എങ്ങനെയുണ്ട് റിവ്യൂ? Good movie, laughed a lot. Good that then he realized the right thing. ഓക്കെ, അപ്പോൾ അടുത്ത ആളോട് ചോദിക്കാം. അവരിതാ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അപർണയോട് നമുക്ക് ചോദിക്കാം കേട്ടോ. അപർണ, എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? പണിയാണ്, ചിരിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ മൂവീസ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ട്രെയിലർ കണ്ടപ്പം തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂവിക്ക് പെട്ടെന്നുള്ളൊരു സഡൻ ഡിസിഷൻ ആയിരുന്നു കേട്ടോ. രാവിലെ ചുമ്മാ ഇങ്ങനെ ഏതോ ഒരു റീലിൽ കണ്ടു. നല്ല കോമഡി മൂവിയാണ്, ഫണ്ണിയാണ്, ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് അങ്ങനെ കണ്ട സമയത്ത് അങ്ങനെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നമുക്ക് പോയാലോ. അപ്പോൾ അവരിനെയും ശില്പയും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂവിക്ക് ബുക്ക് ചെയ്തതും വന്നതും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ മൂവി കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കേൾക്കുന്നത്. അപ്പം വിചാരിച്ചു അയ്യോ വേണ്ടായിരുന്നു, ഈ മൂവിക്ക് വെറുതെ ആയോ ബുക്ക് ചെയ്തതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഒന്നാമത് ഇപ്പോഴായാലും മിക്ക മൂവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രൈം ത്രില്ലേഴ്സ് കണ്ടിട്ട് മൂവീസിനൊന്നും അങ്ങനെ പോകാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പം മൂവീസ് ആണെങ്കിൽ അങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. അപ്പം ആ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. സോ ടിൽ ദെൻ ബൈ.